الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തിൻ്റെയും 13 വർഷക്കാലത്തെ മക്ക ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളും പീഡനങ്ങളും നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ മാർഗത്തിൽ അവർ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ മക്ക എന്ന രാജ്യത്ത് താൻ ജനിച്ചു വീണ വളർന്ന തൻ്റെ കുടുംബങ്ങളുള്ള ആ നാട്ടിൽ സമാധാനത്തോടെ തൻ്റെ വിശ്വാസത്തിൽ ജീവിക്കാൻ സാധ്യമല്ലാതെ വന്ന സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ആദ്യം അബിസീനിയയിലേക്ക് ചില സ്വഹാബികളൊക്കെ ഹിജ്റ പോയിരുന്നു. തുടർന്ന് മദീന, യസ്രിബ് എന്ന് പറയുന്ന മദീനയിൽ നിന്ന്, ആദ്യത്തെ പേര് യസ്രിബായിരുന്നു മദീനയുടെ, അവിടുന്ന് ചില ആളുകൾ മക്കയിലേക്ക് കച്ചവട ആവശ്യം വന്നപ്പോൾ അവർ ഇസ്ലാം മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും അങ്ങനെ മദീനക്കാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സപ്പോർട്ട് നൽകാം, അഭയം നൽകാം എന്ന് പ്രോമിസ് ചെയ്തപ്പോൾ അങ്ങനെ മദീനയിലേക്ക് സ്വസ്ഥമായി സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി മക്ക വിട്ട് മദീനയിലേക്ക് പോയി. ഹിജ്റ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇന്നത്തെ പോലെയല്ല. ഇന്ന് മക്കയിൽ പോയിട്ട് അവിടെ നിന്ന് മദീനയിൽ പോകാൻ 500 കിലോമീറ്റർ, ഒരു 4-5 മണിക്കൂർ ഈസി ആയിട്ട് AC ബസ്സിൽ പോയിട്ട് വരാം. അതല്ല, മക്കയിൽ നിന്ന് തങ്ങളുണ്ടാക്കിയ സ്വത്തും സമ്പാദ്യവും എല്ലാം വിട്ടേച്ച് ഒന്നുമില്ലാത്തവരായിക്കൊണ്ടാണ് അവർ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അവിടെ അവർ സമാധാനത്തിൽ ജീവിക്കുമ്പോൾ തങ്ങൾ വിട്ടേച്ചു പോയ സ്വത്തും സമ്പാദ്യവുമെല്ലാം ശേഖരിച്ച് വീണ്ടും കച്ചവടം ചെയ്ത് വലിയ സന്നാഹമുണ്ടാക്കി മദീനയിലും മുസ്ലിമീങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരെ നശിപ്പിക്കണമെന്ന തീരുമാനത്തോടുകൂടി അബൂ സുഫിയാനിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം, കച്ചവട സംഘം, അവർ ഷാമിലേക്ക് പുറപ്പെട്ടു. ഈ വാർത്തയറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇവരിങ്ങനെ പോയാൽ ഞങ്ങൾക്ക് മദീനത്തും താമസിക്കാൻ, ജീവിക്കാൻ, സമാധാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ ജീവിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കച്ചവട സംഘത്തെ തടയണം എന്ന ഉദ്ദേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു 150ഓളം സ്വഹാബികളും പുറപ്പെട്ടു. 2 കുതിരകളായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആയുധങ്ങളോ മറ്റൊരു യുദ്ധമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പിന്നെയോ ഈ കച്ചവട സംഘത്തെ തടയണം. കാരണം തങ്ങളുടെ സ്വത്തും സമ്പാദ്യവുമാണ് ഈ മക്കയിലെ ഖുറൈശികൾ എടുത്തുകൊണ്ട് തങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ പോകുന്നത്. ഈ വാർത്തയറിഞ്ഞ അബൂ സുഫിയാൻ കടൽ മാർഗം രക്ഷപ്പെട്ടു. എന്നാൽ മുഹമ്മദും സംഘവും ഇങ്ങനെയൊരു പ്രതിരോധത്തിന് മുതിർന്നിട്ടുണ്ട് എന്ന് മക്കയിൽ അബൂജഹൽ അറിഞ്ഞപ്പോൾ വലിയൊരു സംഘവുമായിക്കൊണ്ട് അവർ പുറപ്പെടുകയാണ്. സഹോദരങ്ങളെ, അതാണ് ബദറിൻ്റെ ചരിത്രം. അല്ല, ഇനിയൊരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത അബൂ സുഫിയാൻ അറിയിച്ചെങ്കിലും ഇല്ല, ബദർ എന്ന സ്ഥലത്ത് അവർ തമ്പടിച്ച് അവിടെ പോയി ഒട്ടകങ്ങളെ അറിച്ച് ആർത്തുല്ലഹസിച്ച് വിജയപേരി മുഴക്കിക്കൊണ്ട് ഞങ്ങൾ മടങ്ങുമെന്ന ആ ഒരു അഹങ്കാരത്തിൻ്റെ ഉദ്ദേശത്തോടെയാണ് അവർ പുറപ്പെട്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബത്റൻ വരിആ അന്നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ആ ഖുറൈശികളെ കുറിച്ച് പറഞ്ഞതാണ്, മുശ്രിക്കുകളെ കുറിച്ച്. നിങ്ങൾ അവരെ പോലെയാവരുത്. തങ്ങളുടെ വീടുകളിൽ നിന്ന് അഹങ്കാരത്തോടുകൂടി അവർ പുറപ്പെട്ടു ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വിശ്വാസികളെ തടുക്കാൻ വേണ്ടി. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായി ഒരു യുദ്ധത്തിന്, അങ്ങനെയാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ മഹായുദ്ധമായ ഗസ്വത്ത് ബദർ ഉണ്ടാകുന്നത്. അത് ഹിജ്റ 2-ാം വർഷമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ട് ഒരു റമദാനിലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ട സ്വഹാബികൾ, അവർക്ക് വിശപ്പകറ്റാൻ ഒന്നുമില്ല, നോമ്പുമാണ്, റമദാനുമാണ്. അതിനിടയിലാണ് സഹോദരങ്ങളെ ഇങ്ങനെയൊരു യുദ്ധത്തിന് വേണ്ടി കളമൊരുങ്ങുന്നത്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അടിയുറച്ച വിശ്വാസവും ഈമാനും തൗഹീദും തവക്കുലും സുബറും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് സഹായം ലഭിച്ച ബദർ.
ഇന്ന് ബദറിന്റെ പേരിൽ ഓരോ റമദാൻ 17 വരുമ്പോഴും മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ മനസ്സിലാക്കിയത് ബദറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്വഹാബികളുടെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ ആണ്ട് നേർച്ച നടത്താൻ, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, എന്ത് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ബദരീങ്ങളെ വിളിച്ച് തേടാൻ ആളുകൾ, അങ്ങനെയാണ് ബദറിൽ നിന്ന് ചില ആളുകൾ പാഠം മനസ്സിലാക്കിയത്. അതല്ല, ഒരിക്കലും തന്നെ ബദരീങ്ങൾ ബദറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്വഹാബികൾക്കും ബദരീങ്ങൾ എന്ന് പറയും. അവരാരും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തിട്ടില്ല, അള്ളാഹുവിനോട് മാത്രമാണ് അവർ ദുആ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ആശങ്കയുണ്ടായിരുന്നു. എന്ത് ചെയ്യും? യുദ്ധസന്നാഹങ്ങളില്ല, ശക്തിയില്ല, ആയുധങ്ങളില്ല. തങ്ങളെക്കാളേറെ 3 ഇരട്ടി വരുന്ന ശത്രു സംഘത്തെ എങ്ങനെ നേരിടും? അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല. ഭൗതികമായ എന്ത് തന്നെ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാലും ജയിക്കാൻ സാധ്യതയില്ല, നാമാവശേഷമാകും, ഇല്ലാതെയാകുമെന്ന് ഉറച്ച ഒരു ബോധ്യമുണ്ട്. പക്ഷേ അവിടെയാണ് സഹോദരങ്ങളെ വിശ്വാസികളുടെ ഈമാൻ, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം, അള്ളാഹുവിലുള്ള തവക്കുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നത്, നബിയെ അനുസരിക്കുന്നത്. മുഹാജിറുകളുടെ നേതാവ് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, ഇംദിൽ ലിമാ അറാകല്ലാഹ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക. വല്ലാഹി ലാ നഖൂലു കമാ ഖാല ബനു ഇസ്രായീൽ മൂസ, മൂസാ നബിയോട് ബനു ഇസ്രായേലുകാർ ചൊല്ലിയതുപോലെ ഞങ്ങൾ നിങ്ങളോട് ചൊല്ലുകയില്ല. എന്താ അവർ ചൊല്ലിയത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഉനാ ഖാഇദൂൻ. ബനു ഇസ്രായേലുകാർ ചൊല്ലി, മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. എന്നാൽ നബിയെ നിങ്ങൾ പുറപ്പെടുക, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും, യാതൊന്നും പേടിക്കേണ്ടതില്ല. അതുമാത്രം പോരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ നേരെ നോക്കി അദ്ദേഹം പറഞ്ഞു, ലക അന്നക തുരീദുനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ നിങ്ങൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നല്ലോ. അതെ, അദ്ദേഹം പറയുന്നുണ്ട്, അജൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഫഖദ് ആമന്നാ ബിക വസദ്ദഖനാക വശഹിദ്നാ അന്ന മാ ജിഅത ബിഹി ഹുവൽ ഹഖ്. നബിയെ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുവന്നതിനെ ഞങ്ങൾ സത്യപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ സാക്ഷിയായിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുവന്നത് സത്യമാണ് എന്ന്. വഅതൈനാക അലാ ദാലിക ഉഹൂദനാ വമവാസിഖനാ, നിങ്ങൾക്ക് ഞങ്ങളുടെ കരാറുകളും പ്രോമിസുകളും നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അൻസാരികളായ ആളുകൾ എന്താ പ്രോമിസ് ഉള്ളത്? മദീനയിൽ നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ, നബിയെ സംരക്ഷിക്കാമെന്നാണ്. മദീനക്ക് പുറത്താണ് ബദറുള്ളത്. എന്നിരുന്നാലും അവർ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളെ അനുസരിക്കും, നിങ്ങൾ ചൊല്ലുന്നത് കേൾക്കും. ഫവല്ലാഹി ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, നബിയെ നിങ്ങളെ നിയോഗിച്ച അല്ലാഹുവാണ് സത്യം. ലവിസ്തഅറൽത ബിനാ ഹാദൽ ബഹറ ഫഖുൽതഹു ലഖുൽനാഹു മഅക, ഈ സമുദ്രത്തിലേക്ക് ഇറങ്ങാനാണ് നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്നതെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ്, ഒരാളും പോലും ഞങ്ങളിൽ നിന്ന് ബേക്കോട്ട് പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമായി. മുഹാജിറുകളെ സപ്പോർട്ടുണ്ട്, അൻസാരികളെ സപ്പോർട്ടുണ്ട്. ആയുധബലം കൊണ്ടല്ല സഹോദരങ്ങളെ, സംഘബലം കൊണ്ടല്ല. 319 സ്വഹാബിമാരാണുള്ളത്, 1000-ലേറെ വരുന്ന ശത്രുക്കളാണുള്ളത്. പിന്നെയോ ഈമാനിന്റെ ശക്തി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ വിശ്വാസികൾക്ക് വിജയം നൽകിയത്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, നിങ്ങൾ ദുർബലരായിരുന്ന സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾഡറിൽ നിന്ന് ആ തട്ടം താഴെ വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, അല്ലാഹുമ്മ ആതി മാ വഅതനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർദ്. അല്ലാഹുവേ നീ പ്രോമിസ് ചെയ്തത് ഞങ്ങൾക്ക് നൽകണേ, ഞങ്ങളോട് വാഗ്ദാനം നൽകണേ. റബ്ബേ നീ എങ്ങാനും ഈ ഇസ്ലാമിന്റെ കൊച്ചു സൈന്യത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഒരിക്കലും നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരാളും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, മദി നബിയെ അള്ളാഹു നിങ്ങളെ സഹായിക്കും, ആ തട്ടം നേരെയാക്കിയിട്ട് ആശ്വസിപ്പിച്ചു. അതാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി സൂറത്തുൽ അൻഫാലിലെ ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്ത, അഭയം തേടിയ, സഹായം തേടിയ സന്ദർഭം 1000ഓളം മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായം കിട്ടിയത് റബ്ബിലുള്ള ഉറച്ച വിശ്വാസമാണ്. റബ്ബിനെ മാത്രം വിളിച്ച് ദുആ ചെയ്തതാണ്, അതുകൊണ്ടാണ് കിട്ടിയത്. മുശ്രിക്കുകളുടെ കൂടെ ഉണ്ടായിരുന്നത് ശൈത്താനാണ്. ശൈത്താൻ അവർക്ക് മുശ്രിക്കുകൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചന്തമാക്കി കാണിച്ചു കൊടുത്തു. ഇന്ന് നിങ്ങളെ ജയിക്കാൻ ആരുമില്ല എന്ന് ശൈത്താൻ അവരോട് ചൊല്ലി. വൈന്നി ജാറുല്ലക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ശൈത്താൻ മുശ്രിക്കുകളോട് ചൊല്ലി. എന്നാൽ ഫലമ്മാ ചറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈ, യുദ്ധം രണ്ട് കക്ഷികളും തമ്മിൽ ഇങ്ങനെ പോരാടുന്ന സമയത്ത് അതാ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ശൈത്താൻ നേരെ ബേക്കിലേക്ക് നിൽക്കുകയാണ്. വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹ് ശക്തിയായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്താൻ മെല്ലെ ബേക്കിലേക്ക് പോയി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിച്ചു. അതാണ് സൂറത്തുൽ അൻഫാലിൽ വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ഇല്ല നബിയെ, നിങ്ങൾ അമ്പെയ്തപ്പോൾ, നിങ്ങൾ എറിഞ്ഞപ്പോൾ നിങ്ങളല്ല എറിഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു. അപ്പൊ അതുകൊണ്ട് ശക്തി കൊണ്ടോ പവർ കൊണ്ടോ സംഘബലം കൊണ്ടോ ആൾബലം കൊണ്ടോ അല്ല അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാ. അള്ളാഹിന്റെ സഹായം എത്ര കൊച്ചു സൈന്യങ്ങളാണ്, ചെറിയ ചെറിയ സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അത് അള്ളാഹുവിന്റെ അനുവാദം വേണം, അള്ളാഹിന്റെ സഹായം വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ഉറച്ച വിശ്വാസം, ബദർ എന്ന വലിയ ചരിത്രം, വലിയ ഇസ്ലാമിലെ യുദ്ധം മുസ്ലിമീങ്ങൾക്ക് എന്നും പാഠമാണ്. വലിയ ഒരു ലോക്സഭാ ഇലക്ഷനാണ് നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്നത് അടുത്ത മാസം, അല്ലേ? എന്തൊരാശങ്കയിലാണ് നിൽക്കുന്നത്? നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. മുസ്ലിമുകൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ രാഷ്ട്രത്തെ തിരിച്ചുപിടിക്കാൻ, വർഗീയതയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇതിനൊരു പാരമ്പര്യമുണ്ട്, ഒരു മതേതരത്വത്തിന്റെ. ഇതൊരു പ്രത്യേകം ഒരു ജാതിക്കാരെ, ഒരു മതക്കാരുടെ രാഷ്ട്രമല്ല. ഇത് കാലങ്ങളായി ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു വരുന്നവർ വ്യത്യസ്ത ജാതിക്കാരും മതക്കാരൊക്കെ ഉണ്ട്. ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. വോട്ടുകൾ ഭിന്നിച്ചു പോകരുത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതീക്ഷ റബ്ബിലാണ്. ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിലും സഹോദരങ്ങളെ, റബ്ബിനോട് ദുആ ചെയ്യുക. ബദർ നമുക്ക് പാഠമാണ്, ബദർ നമുക്ക് ആവേശമാണ്. കൊച്ചു സംഘമായിരുന്നു, എണ്ണത്തിലും കുറവായിരുന്ന 313ഓളം വരുന്ന സ്വഹാബിമാര്, 1000ഓളം വരുന്ന ശത്രുക്കളെ ജയിച്ചത് അത് അള്ളാഹുവിലുള്ള ഈമാനും തവക്കുലും സബറും അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചതൊക്കെ കൊണ്ടാണ്, ഇത്തിബാഅ് കൊണ്ടും ഇതാഅത്ത് കൊണ്ടൊക്കെയാണ് എന്നുള്ള ബോധവും റബ്ബിനോടുള്ള ആത്മാർത്ഥമായ ദുആയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആരൊക്കെ തന്നെ എന്തൊക്കെ തന്നെ പരിശ്രമങ്ങൾ നടത്തിയാലും അക്രമങ്ങൾ ഉദ്ദേശിച്ചാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു, അല്ലാഹുവിനൊരു നിർണയമുണ്ട്, അല്ലാഹുവിനൊരു വിധിയുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബദറിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ റമദാനിന്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ ബദരീങ്ങൾ ആരോട് ദുആ ചെയ്തോ ആ റബ്ബിനോട് മാത്രം ദുആ ചെയ്ത് റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.